അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ SKSSFൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഗത്ഭ പ്രഭാഷകൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഭിനന്ദരായ വേദിയിലെ അധ്യക്ഷൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഷാജഹാൻ തൃക്കുന്നപ്പുഴ, ബഹുമാന്യനായ നസീർ സാഹിബ്, ബഹുമാന്യനായ അനസ് മൗലവി, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മറ്റു സംഘടനകളുടെയും നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, യൂണിഫോം സിവിൽ കോഡ് വീണ്ടും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടേണ്ടി വരിക എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുസ്ലിം കൂട്ടായ്മകൾ എവിടെയും സൃഷ്ടിക്കപ്പെടുന്നത്. 1984 ബീഗം ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ സുപ്രീം കോർട്ടിൽ ജസ്റ്റിസ് YB ചന്ദ്രചൂഡ് ഇന്ത്യയിൽ എന്തുകൊണ്ടൊരു കോമൺ കോഡിനെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്നൊരു ചോദ്യത്തിൻ്റെ മറപിടിച്ച് ഇന്ത്യയിലാകമാനം ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന മുറവിളി ഉയർന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് കേരളീയ സമൂഹത്തിൻ്റെ ഐക്യം, മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം സാധ്യതമാകുന്ന വിധം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ ഒരുമിച്ച് കൂടുകയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി ശരീഅത്ത് വിരുദ്ധമായ ചിന്തകൾക്കെതിരായുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത കാലമാണ്. ഞാൻ ആ കാലത്തിൻ്റെ തിരിച്ചുപോക്കിനെ ഓർത്തുപോവുകയാണ്. അന്ന് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടവർ അതുപോലെ അതേ ശബ്ദത്തിൽ ഇന്ന് പറയണമെന്നില്ല. പക്ഷേ അവർ ഏക സിവിൽ കോഡ് പറയാതെ തന്നെ ട്രിപ്പിൾ തൊലാഖിനെ, അതായത് മുത്തലാഖ് നിഷേധിക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുന്ന പ്രകാരമാണ് മുത്തലാഖ് തീരുമാനിക്കേണ്ടതും മാറ്റിവെക്കേണ്ടതുമെന്ന് ഇവർ ധരിച്ചു പോയ പോലെയുണ്ട്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, BJP എന്തോ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സത്യത്തിലെ ഈ കോമൺ കോഡിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും ചിലത് പതുക്കെ പതുക്കെ അടർത്തിയെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഈ സിവിൽ നിയമം എന്ന് പറയുന്ന ഈ വ്യക്തി നിയമത്തെ അപ്രായോഗികമായ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ അറിയാതെ പോകുന്നുണ്ട് അത്തരം സംഭവങ്ങൾ. കഴിഞ്ഞ 2006 പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലനിന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവരുടെ ഈ വ്യക്തി നിയമങ്ങൾക്ക് അനുബന്ധമായി നിൽക്കുന്ന വിഷയങ്ങളിൽ അവർക്കെടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള ഒരു വലിയ പ്രതിരോധമായിരുന്നു അന്നും ഉണ്ടായത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോന്നുണ്ടാകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ മുത്തലാഖ് നിരോധിക്കണമെന്ന് പറയുന്നതും അതേ വികാരത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ത്വലാഖ് നിരോധിക്കണമെന്ന് പറയാമായിരുന്നു, കാരണം ആ പരിപാടി അവസാനിച്ച് കിട്ടുമായിരുന്നല്ലോ. ഇത് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചവർ ആലോചിക്കേണ്ടത്, 1986 നടന്ന ശരീഅത്ത് വിരുദ്ധമായ സമരങ്ങൾക്ക് അവസാനം അന്ന് ഡൽഹിയിൽ പത്രക്കാർ EM ശങ്കരൻ നമ്പൂതിരിപ്പാടോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഉദ്ദേശിച്ച കോഡ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച കോഡ് ഹിന്ദു കോഡ് തന്നെയാണ്. CPM-ന് തന്നെ ഹിന്ദു കോഡ് പറയേണ്ടി വരുമെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മതി, ഇന്നത്തെ ആത്യന്തിക വർഗീയ ഫാസിസ്റ്റ് ശക്തി
ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കു നേരെ പിടിക്കുന്ന ഈ വാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ അജണ്ട ഒരു ഹിന്ദു കോഡ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ്. 937 ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അനുവദനീയമായ ഈ പേഴ്സണൽ ലോ, ഈ വ്യക്തി നിയമം, യഥാർത്ഥത്തിൽ അത് വരുന്നതിന് പോലും ചില പശ്ചാത്തലങ്ങളുണ്ട്. പഞ്ചാബ് സ്വദേശിനിയായ ഒരു പെൺകുട്ടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് ബ്രിട്ടീഷ് കോടതിയിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നുണ്ട്. ആ കേസ്, മുസ്ലിമായ പെൺകുട്ടി അവരുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ സ്വത്ത് ഇസ്ലാമിക നിയമപ്രകാരം വീതിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചത്. ഇസ്ലാമിക നിയമത്തിൽ മാത്രമാണ് അങ്ങനെ പെണ്ണിന് അങ്ങനെ ഒരു വ്യക്തിപരമായി സാമ്പത്തികമായ സ്വാതന്ത്ര്യവും ആ അർത്ഥത്തിൽ അവൾക്ക് അനന്തരാവകാശ അധികാരവും ഉണ്ടാകുന്നുള്ളൂ എന്നത് മറ്റൊരു കാര്യമാണ്. 2005 ഇന്ത്യയുടെ പാർലമെന്റ് ഹിന്ദു പെൺകുട്ടിക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് അമെൻഡ് ചെയ്യാൻ, ഹൈന്ദവ നിയമത്തെ അമെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്ന് കൂടി കേൾക്കുമ്പോൾ, 1400 കൊല്ലം മുമ്പാണ് പരിശുദ്ധ ഖുർആൻ ഓരോ പിതാവിൻ്റെയും സ്വത്തിലും അല്ല, മരിച്ചുപോയാൽ മകൾക്ക് അവകാശപ്പെട്ടതാണ്, ആ സ്വത്തിൽ നിന്ന് അവളുടെ പകുതിയായോ അല്ലെങ്കിൽ 2/3 ലഭ്യമാകേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞ് അവൾക്ക് സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിച്ചു ഈ മതം. ഇവിടെ പഞ്ചാബ് സ്വദേശിനിയായ പെൺകുട്ടി കൊണ്ടുപോയി കൊടുക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷേ അന്നത്തെ ആചാരപ്രകാരം അന്നത്തെ ബ്രിട്ടീഷ് കോടതി വിധിച്ചത് ഈ പെൺകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്വത്തവകാശവും ഇല്ലെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടക്കുന്ന സമയത്ത്, ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാമികമായ ജീവിതാനുസൃതമായി, ഇസ്ലാമിക നിയമാനുസൃതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് ശരീഅത്തനുസരിച്ചു ജീവിക്കണം. ഇവിടെ അതിന് ബ്രിട്ടീഷുകാർ ഞങ്ങൾക്കതിനുള്ള അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 937 ശരീഅത്ത് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കിയത്. ഞാനിത് പറയാൻ കാരണം, എന്തു പറയുമ്പോഴും മുസ്ലിം നിയമങ്ങളെക്കുറിച്ച് പറയാറുള്ളത് അത് സ്ത്രീ വിരുദ്ധമാണെന്നാണ്. അത് മുഴുവനും സ്ത്രീ വിരുദ്ധമായി നിൽക്കുന്നു എന്ന് ആരോപിക്കുന്നവർ അറിയണം, ഒരു പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശ കാര്യത്തിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടു ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അധികാരം, അങ്ങനെ ഒരു അവകാശം നിങ്ങൾക്ക് ലഭ്യമാകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലെന്ന് പറയുന്ന കോടതിയുടെ മുമ്പിലാണ് ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടത്. അത് പ്രകാരമാണ് 937 ശരീഅത്ത് ആക്ട്, ശരീഅത്ത് ആപ്ലിക്കേഷൻ ലോ 937 ഉണ്ടാകുന്നത്. ആ നിയമമനുസരിച്ചാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമികമായ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഞാൻ പറയുന്നത് 937 അങ്ങനെ നിയമമാക്കപ്പെട്ട, പിന്നീട് സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ തന്നെ അംഗീകരിച്ചു തന്ന, നിർബാധം നിരാക്ഷേപം നിലനിൽക്കുന്ന വ്യക്തി നിയമമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് അതാണ്. അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ സെക്ഷൻ 2-ൽ. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിച്ചു കിട്ടുമ്പോൾ അതിനെങ്ങനെ തന്നെ കാണണം, മുസ്ലിങ്ങളുടെ വിവാഹം, അതുപോലെ തന്നെ അവരുടെ അനന്തര സ്വത്തുക്കൾ, അതുപോലെ തന്നെ വിവാഹാനന്തരമായ നടപടികളുടെ ഭാഗമായി നിൽക്കുന്ന വിവാഹമോചനം, ഇൽഹാർ എന്നീ തുടങ്ങിയിട്ടുള്ള വിവാഹ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വഖഫ് സ്വത്തുക്കൾ വീതം വെക്കുന്നത്, പിതൃ അനന്തര അല്ലെങ്കിൽ മരണാനന്തര സ്വത്തുക്കളുടെ വീതം വെക്കലുകൾ, ഇതൊക്കെ സംബന്ധിച്ച് എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവനും ദ റൂൾ ഓഫ് ഡിസിഷൻ ഇൻ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ് ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ എന്നാണ് ഈ നിയമം പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, ഇവിടെ വളരെ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട്. ദ റൂൾ ഓഫ് ഡിസിഷൻ ഇൻ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ്, വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ്, രണ്ടുപേരും മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമാണ് ഈ നിയമം ബാധകമാവുന്നുള്ളൂ. പിന്നെന്തിനാ നരേന്ദ്രമോദിക്ക് വിഷമം? നരേന്ദ്രമോദിയും ഞാനും തമ്മിലാണ് പ്രശ്നമെങ്കിൽ അവിടെ ഈ നിയമം വരുന്നില്ല. മറിച്ചെന്തേ, ഇന്ത്യയിലെ 2 മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമിക ശരീഅത്തനുസൃതമായി വിശ്വാസപരമായി ജീവിക്കാൻ അവകാശപ്പെട്ടതിൻ്റെ പേരിൽ കോടതിയെ സമീപിക്കുമ്പോൾ മാത്രമാണ്
where the parties are Muslims shall be the Muslim personal law എന്ന് പറഞ്ഞു തരുന്നത്. അവിടെയാണ് മുസ്ലിം പേഴ്സണൽ ലോ വരുന്നത്. കേട്ടാ തോന്നും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമായാലും എന്ത് വിഷയത്തിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ലോ ഉണ്ടെന്നാണ്. അല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു രണ്ടു ദമ്പതികൾ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ ലോ വേണ്ട, ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല, നിങ്ങൾ എന്ത് വഴിക്ക് പൊയ്ക്കോ. ഞാൻ കേട്ടൊരു കഥ പറയാം. പണ്ട് മഹാനായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് പലിശ അനുവദിക്കാൻ എന്തെങ്കിലും ഒരു ഫത്വ തരണം. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ ഖാലി പറഞ്ഞു, അങ്ങനെ ഇസ്ലാമികമായി ഒരു ഫത്വയും നൽകാൻ സാധ്യമല്ല. അയാൾ പോയി. അയാൾ പിന്നെയും വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് പലിശ അനുവദിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫത്വ തരണം. അത് സാധ്യമല്ലെന്ന് ഉമർ ഖാലി പറഞ്ഞു. പിന്നെയും നിർബന്ധിച്ചപ്പോൾ അവസാനം ചോദിച്ചു, നിന്റെ പേരെന്താണ്? നിന്റെ വാപ്പാടെ പേരെന്താണ്? കുഞ്ഞു മുഹമ്മദിന്റെ മകൻ അബൂബക്കർ. എന്നാൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ അബൂബക്കർ പലിശ അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ആളുകൾ പ്രശ്നമുണ്ടാക്കി. ഉമർ ഖാലിയുടെ മുമ്പിൽ ചെന്നു. വലിയ മഹാപണ്ഡിതനാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ മഹാസാഗരം ഒരു കമണ്ടലു പോലെ ഒതുക്കി കുടിക്കാൻ മാത്രം കഴിയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ചെന്നത്. ഉമർ ഖാലി ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, അയാൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് വേണമെങ്കിൽ അയാൾക്ക് തോന്നിയ പോലെ നടക്കാൻ ഞാൻ എന്തിന് വേറെ ഫത്വ കൊടുക്കേണ്ടതുണ്ട്? ഇവിടെ ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണിത്. വിവാഹമോചന അനന്തരം പ്രത്യേകിച്ചും 3 ത്വലാഖ് ചൊല്ലപ്പെട്ട പെൺകുട്ടി വീണ്ടും വിവാഹിതയാകണമെന്ന് പറയുന്നിടത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്ര നിബന്ധന വെക്കുന്നുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് നിബന്ധന വെക്കുന്നുണ്ട്. ആ ശരീഅത്ത് അനുസരിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് തോന്നിയതുപോലെ പോകാൻ ഇന്ത്യയിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള നിയമമുണ്ടല്ലോ. എന്തിനു ബേജാറാകണം നരേന്ദ്രമോദി? എന്തിനു ബേജാറാകണം? ഇവിടെ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരാൾ അയാളുടെ വിവാഹം നടപ്പിലാക്കിയാൽ അതിനുശേഷമുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിലനിൽക്കുന്ന ഇന്ത്യയുടെ പൊതു നിയമത്തിന്റെ കൂടെ നിന്നാൽ നമുക്കാർക്കാ തർക്കിക്കാനുള്ളത്? ഞങ്ങൾ ആരും അതിനെ ചുവന്ന കുന്നിലേക്ക് കൊണ്ടുപോകില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ JCB ഉപയോഗിക്കില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട യാതൊരു പരിപാടിയും നടത്തൂല. അത്തരം പരിപാടികൾ നടത്തിയവരെ കുറിച്ച് എനിക്ക് പറയാനില്ലെങ്കിലും അങ്ങനെ നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിനും ഇസ്ലാമിക കർമ്മശാസ്ത്ര രീതികൾക്കും എതിരാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പൊല്ലാപ്പുണ്ടാക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അവരവരുടെ ഇഷ്ടം എന്ന നിലയിൽ രണ്ടുപേരും പൊതുസമ്മതമാകുമ്പോൾ മാത്രമേ ഈ നിയമം ബാധകമാകുന്നുള്ളൂ എന്ന് ഈ സെക്ഷൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇരുവരും സമ്മതമാകുമ്പോഴാണ്. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ആ തർക്കത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പരാതിക്കാരനോ അല്ലെങ്കിൽ പരാതിക്കാരിയോ മുസ്ലിമാണ്. ഇവ രണ്ടുപേർക്കും ഇന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് കോടതിയോട് പറയുന്നിടത്ത് മാത്രമാണ് ഈ വിഷയം വരുന്നുള്ളൂ. അവിടെ ഇന്ന മദ്ഹബ്, ഹനഫിയെങ്കിൽ ഹനഫി, ഷാഫിയെങ്കിൽ ഷാഫി എന്ന രീതിയിൽ മദ്ഹബുകളെയും പ്രമാണങ്ങളാക്കിയെടുക്കാൻ സാധ്യമാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 86 ഇസ്ലാമിക ശരീഅത്ത് സംബന്ധിയായ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായ സമയങ്ങളിൽ മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞൊരു വസ്തുതയുണ്ട്. മദ്ഹബുകൾക്കനുസൃതമായി ജീവിക്കാൻ സാധ്യമാകുന്നു എന്ന് പറയുന്ന അധികാരത്തിനാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പോലും. അപ്പൊ കോമൺ കോഡ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ലോ പഠിച്ചിട്ടില്ല. ശരീഅത്ത് ആപ്ലിക്കേഷൻ ലോ പ്രകാരം ആരെയും ഒരർത്ഥത്തിലും നിർബന്ധിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വരികയും എൻ്റെ പരാതിക്കാരനായി നിൽക്കുന്നയാളും അതുതന്നെയാണ് പറയുകയും ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് കോടതിയുടെ മുമ്പിൽ ഈ വിഷയം വരുന്നുള്ളൂ. അപ്പോഴേ അത് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോഴേ അത് ആ അർത്ഥത്തിൽ ചെന്ന് പറയാൻ സാധ്യമാകുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, മിനിഞ്ഞാന്ന് പോലും ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറഞ്ഞൊരു വസ്തുത എന്താ? മിനിഞ്ഞാന്ന് പോലും ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറഞ്ഞു, ടിൽ ടുഡേ, ഇന്നുവരെ നോ വിമൻ ഹാസ് പെറ്റ് എ കംപ്ലൈന്റ് എഗൻസ്റ്റ് ദി ട്രിപ്പിൾ തൊലാഖ്. ട്രിപ്പിൾ തൊലാഖുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് ഇന്നുവരെ ഇന്ത്യയുടെ കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല. എവിടെന്ന്?
മുസ്ലിം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്, ഇതൊരു വിവേചനമാണ്, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ആ അർത്ഥത്തിൽ വിവേചനം എന്ന അർത്ഥത്തിൽ ഇത് മാറ്റണം എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയും ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ മുമ്പിൽ ചെന്നിട്ടില്ല. പിന്നെ ആർക്കാ ഇതിൽ വേദന എടുക്കാനുള്ളത്? എന്തുകൊണ്ടില്ല? അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഇസ്ലാം മുന്നിൽ വച്ചത് പെണ്ണിന്റെ സ്വാതന്ത്ര്യമാണ്. പെണ്ണിന്റെ സ്വാതന്ത്ര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുകയല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലത്താണ് ഒരു പെൺകുട്ടി ജനിക്കുന്നത് പോലും പിതാവിന് പരിഹാസ്യമായിരുന്നൊരവസ്ഥയുണ്ടായിരുന്ന കാലത്ത് അവളെ ജനിക്കാനല്ല, അവൾക്കാവശ്യമാകുന്ന സ്വാതന്ത്ര്യം നൽകാൻ, അവൾ ആ അർത്ഥത്തിൽ വളരുകയും സംസ്കൃത ചിത്തയായി അവൾക്കാവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഒരു പിതാവിന് സ്വർഗമുണ്ട്, ഞാൻ അതിന് സാക്ഷിയാകുന്നു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനു പരിശോധിക്കൂ. ഇന്ത്യയുടെ പാർലമെന്റിൽ മനു ചർച്ച ചെയ്യപ്പെട്ടല്ലോ. എന്താ മനുവിലെ പ്രത്യേകത? മനു നിരന്തരം പറയുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്നാണ്. പിതാ രക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രാരക്ഷതി വാർത്തക്കെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഭർത്താവിനാലും പിതാവിനാലും പുത്രനാലും യൗവന കൗമാര വാർദ്ധക്യകാലങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും ഒരു തീരുമാനവും അവളുടേതെന്നർത്ഥത്തിൽ എടുക്കാനുള്ള അവകാശമില്ലാതിരിക്കുകയും ചെയ്യുന്ന വിധം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ മുഴുവനായി ഹനിക്കുന്നു മനുസ്മൃതി. അവരുടെ ധാർമ്മികമായ അധികാരങ്ങളെ പോലും ഹനിക്കുന്നു. ഏതൊരു കാടൻ വാദത്തിലേക്കാണ് സവർണ ഫാസിസം നമ്മളെ ക്ഷണിക്കുന്നത്? പരിഷ്കൃത ലോകത്ത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വാദത്തിലേക്ക്. നിങ്ങൾ ആലോചിക്കൂ. ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നില്ല. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്, നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 37 മുതൽ 51 വരെ 51 വരെയുള്ള ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാനാകും. അതിൽ ചൈൽഡ് ലേബറിനെ കുറിച്ച്, അതായത് കൊച്ചുമക്കൾ തൊഴിലെടുത്ത് മരിക്കേണ്ടി വരുന്ന തെരുവുകളിൽ ആ അർത്ഥത്തിൽ തൊഴിലാളിയായി ജീവിക്കുന്ന ഇന്ത്യയുടെ മുഖം ഇന്നും നാം വേദനയോടെ കാണുമ്പോഴാണ്. അതിലേറിയ പങ്കുമുള്ള ഗുജറാത്തിന്റെ 2 അല്ല 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ കൂടുതൽ വലിയ ബേജാറ് കാണിക്കുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്നുവരെ ഈ തെരുവുകളിൽ പണിയെടുക്കുന്ന കുട്ടിയുടെ പ്രശ്നം പരിഹൃതമായിട്ടില്ല. ഇന്നും വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ലഭ്യമാകുന്നു എങ്കിലും തെരുവുകളിൽ കുഞ്ഞുമക്കൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭ്യമാകാതെ ജീവിക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കേരളം വിട്ടാൽ കൂടുതലും കേരളത്തിൽ പലപ്പോഴും ചിലയിടങ്ങളിലും കാണാൻ സാധ്യമാകുന്നത്. മദ്യനിരോധനം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഗാന്ധിജി കണ്ട ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മദ്യനിരോധനം. നമ്മുടെ ഗവൺമെന്റ് പോലും പറയുന്നു മദ്യനിരോധനമല്ല, മദ്യവർജനമാണത്രേ. മനസ്സിലായില്ല സൈദ്ധാന്തികത എന്ന് സിനിമാ കഥ പോലെ ചോദിക്കാൻ തോന്നിപ്പോകുന്നു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണത്രേ. അതിനുവേണ്ട ബോധവൽക്കരണം വേണമെന്നാണ്. എങ്കിൽ ഞങ്ങളും പറയട്ടെ, ത്വലാഖ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ മാത്രമാണ്. ഒരിക്കലും ത്വലാഖ് ചൊല്ലുന്നതിനെ അള്ളാഹുവിന്റെ ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. ഇന്ന മിനൽ ഹലാൽ ഇന്ന മിൻ അബ്ഗദിൽ ഹലാൽ അത്ത്വലാഖ്. അനുവദനീയമായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യം ത്വലാഖാകുന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ആ ത്വലാഖിനാൽ അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം വിറകൊള്ളുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ വിവാഹമോചനം? നമ്മുടെ നാട്ടിൽ വിവാഹമോചനത്തിന് പഞ്ഞമില്ലല്ലോ. ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ കേരള മുഖ്യമന്ത്രി നൽകിയ കണക്ക് നോക്കൂ നിങ്ങൾ. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് മലപ്പുറം ജില്ലയിലല്ല. ചില വരാഹ ജന്മങ്ങൾ ഈ കൽപ്പാന്തകാലത്ത് ഇതിന് വരാഹ കൽപ്പം എന്നാണ് പറയാറ് ഹിന്ദു മിത്തോളജിയിൽ. വരാഹം എന്നതിന് നല്ല മലയാളം പറയാൻ ഞാൻ ഏതായാലും ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല.
വരാഹ ജന്മങ്ങൾ പറയുന്നത് വരാഹം പ്രസവിച്ചിടുന്നത് പോലെ മലപ്പുറം ജില്ലയിൽ പ്രസവിക്കുന്നു എന്നാണ്. പ്രസവിക്കണോടോ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? പ്രസവിക്കട്ടെ. APJ അബുൽ കലാമിനെ പ്രസവിക്കാൻ ഒരു ഉമ്മയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ യശസ് ഇതുപോലെ ഉയരുമായിരുന്നോ? ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന അർത്ഥത്തിൽ വിശ്വവിഖ്യാതനായി മാറാൻ സാധ്യമാകുന്ന ഒരു APJ അബുൽ കലാമിനെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടതാണ്. വരാഹം പ്രസവിച്ച പോലെയല്ല, നല്ല മനുഷ്യ സ്ത്രീ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചിട്ടാണ് മനുഷ്യനായി ജീവിക്കാനും മനുഷ്യ ജീവിതത്തിന്റെ സാംസ്കാരിക മുഖങ്ങളുടെ ഭാവങ്ങൾ കാണിക്കാനും പ്രഗത്ഭരായ മുസ്ലിം നേതാക്കൾക്ക് സാധ്യമായത്. എത്ര പ്രഗത്ഭരായ നേതാക്കൾ! ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും പ്രഗത്ഭരായ മുസ്ലിം വനിതകളുടെ ഉദരങ്ങളിൽ നിന്നല്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട വീതികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹർഷപുളിനങ്ങൾ നമുക്ക് കാണാനാവുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി തന്നെ പറഞ്ഞയച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെല്ലുന്നത് സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ നേരെ നിട്ടാണ്. ബക്കിംഹാം കൊട്ടാരം കേൾക്കാത്ത വിധം മിസ്റ്റർ ജോർജ് എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ചത് ഹിസ് എക്സലൻസി അവർ ബിലൗഡ് ലോർഡ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് മാത്രം പുകഴ്ത്തി പറയേണ്ടിയിരുന്നോടത്ത് നിന്നാണ് മിസ്റ്റർ ജോർജ്, എനിക്ക് എന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ യു ഷുഡ് ഗിവ് മീ ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്. എന്റെ കയ്യിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യയിൽ ആൺകുട്ടി തയ്യാറായെങ്കിൽ ആ ആൺകുട്ടിയെ പ്രസവിച്ച പെണ്ണ് ബീഗമാബിതയാണ്. ഗോപാലകൃഷ്ണനെ പ്രസവിച്ച പെണ്ണിനെ എനിക്ക് കുറ്റം പറയാനില്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ അറിയണം, വരാഹ ജന്മങ്ങളായിരുന്നില്ല മുസ്ലിം സമൂഹത്തിന്റെ ജന്മങ്ങൾ. മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമികമായ പ്രക്രിയയുടെ ഭാഗമായി അതിന്റെ സംസ്കൃത രീതികൾ, സംസ്കരണ രീതികൾ പഠിക്കുകയും പകർത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്താൽ ഏറ്റവും മനോഹരവും ഉദാത്തവുമായുള്ള നല്ല മനുഷ്യരെ കിട്ടും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അഭിനന്ദനായ പ്രധാനമന്ത്രി ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന മഹാപുസ്തകം എഴുതിയ ഇന്ത്യയുടെ അഭിനന്ദനായ പ്രധാനമന്ത്രി. അദ്ദേഹം അങ്ങനെയൊക്കെ ആവാൻ കാരണം നെഞ്ചളവ് വലുതായതുണ്ടല്ല. 53 ഇഞ്ച് നെഞ്ചളവുണ്ടോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് എന്ന് എനിക്കറിയില്ല. പക്ഷേ 53 ഇഞ്ച് നെഞ്ചളവിനേക്കാൾ വലിയ ശേഷിയും ശേമുഷിയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ യശസ് ലോകത്തോളം ഉയർത്താൻ സാധ്യമാകുന്ന വിധം വൈജ്ഞാനികമായ ബൗദ്ധികതയും പണ്ഡിറ്റ്ജിക്കുണ്ടായിരുന്നു. ആ പണ്ഡിറ്റ്ജി ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ദ സ്റ്റോറി ഓഫ് ഇസ്ലാം and of how they spread rapidly over Asia, Europe and Africa, and of their culture and civilization which they developed is one of the wonders of history. എന്ന് ഇസ്ലാമിന്റെ ചരിത്രം, ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രം, ഇസ്ലാമിന്റെ സംസ്കൃതിയുടെ ചരിത്രം is one of the wonders of history. ചരിത്രത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് പണ്ഡിറ്റ്ജിയെ കൊണ്ട് പറയിപ്പിച്ചത് ദൈവനിഷേധിയായ സ്കെപ്റ്റിക്കായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് പറയിപ്പിച്ചത് നല്ല ഉമ്മമാർ പ്രസവിച്ചിട്ട മക്കൾ സാംസ്കാരിക പ്രബുദ്ധതയോടെ ലോകത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അതേസമയം നോക്കൂ നിങ്ങൾ, ആ കണക്ക് നോക്കൂ നിങ്ങൾ. മലപ്പുറം ജില്ലയുടെ വിവാഹമോചന കണക്ക് 328ആണ്. എറണാകുളം ജില്ലയിലെ വിവാഹമോചന കണക്ക് 1900 ആണ്. 2006 തന്നെ മാതൃഭൂമി നടത്തിയൊരു സർവേ ഉണ്ട്. 40,000-ൽ ചില്ലുവാനും വരുന്ന കേരളത്തിലെ വിവാഹമോചന കഥ പറഞ്ഞിട്ടാണ് അന്ന് ആ സർവേ റിപ്പോർട്ട് ചെയ്ത ആ ലേഖകൻ കൃത്യമായി എഴുതി, കേരളത്തിലെ ഈ ദാമ്പത്യ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ IT പ്രൊഫഷണൽസുകൾ, അതായത് വിവര സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ദമ്പതികൾക്കിടയിലാണ് പ്രശ്നം. അല്ലാതെ മദ്രസയിൽ പഠിച്ച ഉമ്മയുടെയും മദ്രസയിൽ പഠിച്ച ഉപ്പയുടെയും അല്ല പ്രശ്നം. ഞാനതിനെ ആ അർത്ഥത്തിൽ വിവാദപരമാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം ചെയ്ത, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുകയും അങ്ങനെ പഠിച്ചു വളരുകയും ചെയ്ത ദമ്പതികൾ, എന്തേ അതിനു കാരണം? നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ചിലർ പറയുന്നു ഇത് രണ്ടും കൂടി സമാണെന്ന്. ഇസ്ലാം പറയുന്നു സമമല്ല. രണ്ടു പണിയെടുക്കേണ്ട വിധം, അവർ തമ്മിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി ഒരു മ്യൂച്വൽ എക്സിസ്റ്റൻസ് ആണ്. പരസ്പര ധാരണയോടുകൂടെ നിലനിൽക്കേണ്ടതാണ്. ഒരാൾ ഉമ്മയാകണം, മറ്റേയാൾ വാപ്പയാകണം. ഉമ്മയാകണം, വാപ്പയാകണം. ഈ കഴിഞ്ഞ തവണ സൗമ്യവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവിന്ദചാമിയെ വധിച്ചിട്ടില്ല, അയാളെ ചുട്ടുകൊല്ലണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചർച്ച നടന്നല്ലോ.
വധശിക്ഷ എന്ന് പറയുന്നതും ഒരു ഓപ്ഷനാണ്. ഞാൻ ആ ചർച്ചകൾക്കിടയിൽ ഞാൻ ക്രിമിനോളജി എന്ന, അതായത് ക്രിമിനൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് സംബന്ധമായ മനഃശാസ്ത്ര വിശകലനങ്ങളുടെ ഒരു വലിയ പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ പ്രഗത്ഭനായ ഗവേഷകൻ പറയുന്നുണ്ട്, അമ്മിഞ്ഞപ്പാലിൻ്റെ സ്നേഹം നുകരാത്തവനാണ് പിന്നീട് ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇതര ലൈംഗിക മോഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ആ വഴി പോകുകയും ചെയ്യുന്നത്. ഒരു ക്രിമിനൽ ജനിക്കുന്നത് ഉമ്മയില്ലാത്തോടത്താകുന്നു. ഞങ്ങൾ പറയുന്നു ഉമ്മ വേണം. നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്കുകയാണ്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ അവിടെയുള്ള ടൂർ പ്രോഗ്രാമർ എന്നോട് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡു യു ഹാവ് വൈഫ്? നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? ഭാര്യയും കുടുംബമൊക്കെ അറിയാനുള്ള സ്വാഭാവികമായി നമ്മുടെ ഒരു കുതുകിത്തം അത് വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് നോ വൈഫ്. അപ്പോൾ ഞാൻ വല്ലാതെ സഹതാപത്തോടെ നോക്കി അയാളെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഐ ഹാവ് 2 ഗേൾ ഫ്രണ്ട്സ്. എനിക്ക് 2 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് അമേരിക്ക. അതാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രാകൃതമായ മനു ചിന്തകളെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രബുദ്ധ ജനത തടുക്കുക തന്നെ ചെയ്യും. ഇത് മുസ്ലിം പ്രശ്നമല്ല, ഇന്ത്യയുടെ സാംസ്കാരിക മഹിമയുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക മഹിമയുടെ പ്രശ്നമാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്തെ പ്രഗത്ഭരായ ദേശീയ നേതാക്കൾ, ഇതിന്റെ ഭരണഘടനാ ശില്പികൾ ഇതിനെ അങ്ങനെ തന്നെയാണ് കണ്ടത്. മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ബി പോക്കറ്റ് സാഹിബുമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ശബ്ദമായി നിന്നത്. എന്നും അങ്ങനെയാണ്. മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പണി നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുക. ഖായിദെ മില്ലത്ത് എന്നൊരു വലിയ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ, ബി പോക്കറ്റ് സാഹിബ് എന്ന വലിയ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ, ഭരണഘടനയെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അഭികാമ്യമാകുന്ന വിധം രൂപകൽപ്പന ചെയ്യാൻ ദേശീയ നേതൃത്വത്തിന് ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ നൽകിയത് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. അള്ളാഹു ആ മനുഷ്യന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കണം, അന്നു തുടങ്ങി ഇന്നു വരെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴൊക്കെ പറയാൻ കഴിയുന്ന ശബ്ദം മലബാറിൽ നിന്ന് പോകുന്ന മുസ്ലിം ലീഗുകാരനാണ് അത് പറയേണ്ടി വരുന്നത്. മഹാനായ ഖായിദെ മില്ലത്തും പോക്കറ്റ് സാഹിബും അത് പറയുമ്പോൾ, അന്ന് ഈ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസുമായുള്ള തർക്കം വന്നപ്പോൾ പണ്ഡിറ്റ്ജി പറഞ്ഞു, ഇന്ത്യ അതിന്റെ സാമൂഹിക വികാസത്തിന്റെ ഒരു കാലത്ത് മാത്രം ആലോചിക്കേണ്ടതാണ് യൂണിഫോം സിവിൽ കോഡ്. അതിന്റെ ചെയർമാനായിരുന്ന അംബേദ്കർ പറഞ്ഞ മറ്റൊരു വർത്തമാനമുണ്ട്, അടിച്ചേൽപ്പിക്കാനാണ് ഒരു രാജ്യ ഭരണകൂടം തയ്യാറാകുന്നുവെങ്കിൽ ആ രാജ്യ ഭരണകൂടം ഒരു ഭ്രാന്തൻ ഭരണകൂടമാണെന്നാണ് ഞാൻ പറയുക എന്നായിരുന്നു അംബേദ്കർ ഒരു പക്ഷേ പ്രവാചകനല്ലെങ്കിലും ഒരു പ്രവചനം പോലെ ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ ഭരണകൂടത്തെ നോക്കുമ്പോൾ അന്ന് അംബേദ്കർ പറഞ്ഞതുപോലെയുള്ള ഒരു ദീർഘദൃഷ്ടിത്വത്തിന്റെ ഒരു പ്രസ്താവനയെ ശരിവെക്കുകയാണ്. കാരണം നാട്ടിലില്ലാതെ റോഡാകെയും ആകാശമാകെയും പറന്നു നടക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ നാടിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാതെ പോയതിന്റെ പേരിലാണ് കോമൺ കോഡിനെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ നാടിന്റെ വൈവിധ്യങ്ങൾ അറിയണം. ഈ നാടിന്റെ വൈവിധ്യം എന്ന് പറയുന്നത് അത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്, ഈ രാജ്യത്തിന്റെ സ്വഭാവമാണ്. ഈ രാജ്യം ഇങ്ങനെ വൈവിധ്യത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതിനെ ഒരൊറ്റ ചരടിൽ കോർക്കണമെന്ന് പറയുന്നത് ലോകവിഡ്ഢിത്തമാണ്. അതുകൊണ്ടല്ലേ ഈ കഴിഞ്ഞ പാർലമെന്റ് BJP അധികാരത്തിൽ വരുന്നതിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ശരീരം വല്ലാതെ രോഗാതുരമായി നിൽക്കുന്നത് പോലും അവഗണിച്ചുകൊണ്ടാണെന്ന് ഡൽഹിയിൽ ചെന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്. BJP പറയുന്നത് ഒരു സ്ട്രോങ് ഇന്ത്യയെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് സ്ട്രോങ് ഇന്ത്യ അല്ല വേണ്ടത്, ഫ്ലെക്സിബിൾ ഇന്ത്യയാണ്. എന്താ സ്ട്രോങ് ഇന്ത്യ? RSS കാഴ്ചപ്പാടായി ഒരേ ഒരു ഏകശിലാകൽപിതമായി നിൽക്കുന്ന ഒരു സംസ്കാരം എന്ന അർത്ഥത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടായി, ഇന്നല്ല ഇന്നലകളിലും ഉണ്ടായി. ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരുജ്ജീവനം കുത, ഭസ്മീഭൂതമായ ശരീരത്തിന് ഒരു പുനർജന്മം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ച ചാർവാകന്മാർ, അദ്വൈതവാദികൾ, ദ്വൈതവാദികൾ, വിശിഷ്ടാദ്വൈതവാദികൾ, അങ്ങനെ നിരന്തരമായ വൈവിധ്യങ്ങൾ പറഞ്ഞു നടന്ന താത്വിക ദാർശനികന്മാർ, അവരൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചവരാണ്. ആ ഇന്ത്യയെ കണ്ടിട്ടാണ് ലോകത്തെ പ്രഗത്ഭരായ ചരിത്രകാരന്മാരും ദാർശനികന്മാരും
ഇന്ത്യ എന്ന ഈ മഹാത്ഭുതത്തെക്കുറിച്ച് പറയേണ്ടി വന്നത്, ആ ഇന്ത്യ അതിൻ്റെ വൈവിധ്യത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം പേഴ്സണല്ലോ, ഹിന്ദു പേഴ്സണല്ലോ, ക്രിസ്ത്യൻ പേഴ്സണല്ലോ എന്നിങ്ങനെയുള്ള വിവിധമായി നിലനിൽക്കുന്ന അവരവരുടെ മതാചാര അവകാശങ്ങൾ നിലനിൽക്കുക തന്നെ വേണം. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ നിങ്ങളെന്തേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നമസ്കരിച്ചിട്ട് സമയം വഖത്തെത്തിയിട്ട് അത് ചെയ്യാതെ പോയ ആളെ ഇസ്ലാമിക ശിക്ഷാവിധി പ്രകാരം ഒന്നും ചെയ്യാതെ പോകുന്നു? നിങ്ങളെന്തേ കള്ളുകുടിച്ചു വരുന്ന മുസ്ലിമിനെതിരെ ഒന്നും ചെയ്യാതെ പോകുന്നു? ഇതൊരു മഹാവിഡിത്ത ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ സമൂഹത്തിൽ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പീനൽ സെക്ഷൻ, ഇസ്ലാമിൻ്റെ ഈ ശിക്ഷാ നിയമ വിധികൾ അത് നടപ്പിലാക്കുന്നതിൽ നമുക്കൊരു ബാധ്യതയുമില്ല. നമുക്ക് എന്തേ പിന്നെ ബാധ്യത? ഞാനൊരു മുസ്ലിം ആകുമ്പോൾ എൻ്റെ വിവാഹം ഇസ്ലാമികമാകണം. എൻ്റെ വിവാഹത്തിൽ അനിസ്ലാമികത കടന്നു വന്നാൽ ഇസ്ലാമികമായി ജീവിക്കാനും പാരത്രികമായ മോക്ഷം ലഭ്യമാകാനും സാധ്യമല്ലാത്ത ആ അർത്ഥത്തിലൊരു വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ് മുസ്ലിം. എൻ്റെ ഇസ്ലാമികമായ ജീവിതചര്യകൾ നിലനിൽക്കണമെങ്കിൽ ഈ വ്യക്തി നിയമം സംരക്ഷിക്കപ്പെട്ടാൽ മതി, അല്ലാതെ പീനൽ നിയമങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ സകല നിയമങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിക്കത് മനസ്സിലായി കാണണമെന്നില്ല. നിയമം പഠിച്ചവർക്കറിയാം, ഏതാണ്ട് മിക്കവാറും നിയമങ്ങളും മുസ്ലിം നിയമങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് യഥാർത്ഥത്തിൽ. അതെ, എവിഡൻസ് ലോ എടുത്തോളൂ, ഇസ്ലാമിക തെളിവ് നിയമമാണ് യഥാർത്ഥത്തിൽ അത്. പീനൽ നിയമങ്ങൾ എടുത്തോളൂ, IPC, അതിന്റെ തുടക്കത്തിൽ കാണാം മെൻസ്രിയ. ഏത് ഹദീത്തിന്റെ കിതാബുകളിലും ആദ്യം തുടങ്ങുന്നത് ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നിയ്യത്ത് പ്രധാനാണ് അല്ലേ? മെൻസ്രിയ വക്കീലന്മാരുടെ അവിടെ മെൻസ്രിയ ഇന്റൻഷൻ പ്രധാനാണ്. ഒരു പ്രതിയെ അയാൾ ഏതു സാഹചര്യത്തിലാണ് ആ കുറ്റം ചെയ്തതെന്ന് വ്യക്തമാക്കാൻ സാധ്യമാകുന്ന വിധം അയാളുടെ മെൻസ്രിയ അളക്കണം. അങ്ങനെയെങ്കിൽ ഏതു നിയമത്തെയാണ് ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയിൽ നിന്ന് മാറ്റി നിൽക്കാനാവുക? സകല ജുഡീഷ്യൽ സിസ്റ്റവും ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമവ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി നോക്കൂ, മുൻസിഫാര, വക്കീലാര, വക്കാലത്ത് എവിടുന്ന, റദ്ദ് ചെയ്തത് എങ്ങനെയാ, ആമീനെ കിട്ടിയത് എവിടുന്ന, തഹസീൽദാർ എവിടുന്ന? നോക്കൂ നിങ്ങൾ അല്ലേ, ആമീൻ അറബിയാണ്, വക്കീൽ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോ വക്കീലും വക്കാലത്തും അറബിയാണ്. ആ പെറ്റീഷൻ റദ്ദ് ചെയ്യുമ്പോൾ റദ്ദ് അറബിയാണ്, അതിനേൽപ്പിച്ച ആമീൻ അറബിയാണ്, വസൂലാക്കിയത് അറബിയാണ്. ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരാവുന്ന നിരവധി പദങ്ങൾ അറബിയിൽ തന്നെ വരാൻ കാരണം BJP കാരൻ മനസ്സിലാക്കണം, നരേന്ദ്രമോദി മനസ്സിലാക്കണം, ഇസ്ലാമും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന അഭേദ്യ ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെതാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം. ഇതൊക്കെ പൊളിച്ചു കളയണോ? ഈ സാംസ്കാരികമായ ഈ ആദാന പ്രദാനങ്ങളെ പൊളിക്കണോ? ഇത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ വലിയ പ്രത്യേകതയെ അതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യണോ? അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ BJPക്കും അറിയാം, കോടതി വഴി പരിഹരിക്കേണ്ടതല്ല കോമൺ കോഡെന്ന്. പാർലമെന്റിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ പോകുന്ന BJP ഒറ്റ കാര്യമാണ് മുന്നിൽ വെക്കുന്നത്. ഒറ്റ കാര്യം, UP-യിലെങ്കിലും രക്ഷപ്പെടണമെന്നത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. ആ സംഭവം ഞങ്ങൾക്കറിയാം. പക്ഷേ ഒന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ജനസമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ സൗഹൃദത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിനു നേരെയാണ് ഏറ്റവും ശക്തമായ പ്രതിരോധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങളുടെ നേതാക്കളെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാനാകും. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ മനോഹരമായ ഇന്നലകൾ എടുത്താൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് എന്താ? മഹാനായ മമ്പുറം ഞങ്ങളുടെ കൈപിടിച്ചു നടന്നത് കൊന്തു നായരാണ്. മഹാനായ മമ്പുറം ഞങ്ങളെന്ന ആധ്യാത്മിക വിശുദ്ധിയുടെ പര്യായമായി നിൽക്കുന്ന മമ്പുറം ഞങ്ങളുടെ കൈപിടിക്കാൻ കൊന്തു നായരെ, ആ കൊന്തു നായരുടെ ഒരു ദിവസം പോലും മമ്പുറം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്ന് നീ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്തു വെട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഇസ്ലാം ഇവിടെ രൂപീകൃതമായത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം അങ്ങനെയാണ് വന്നത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തെളി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ചെൽക്കുമ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേളപ്പന്റെ കൈ പിടിച്ചിട്ട് ഉയർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കണം.
ഈ ക്ഷേത്രമുറ്റവും പള്ളിയും തമ്മിൽ വേർതിരിക്കുന്ന മതിൽ കെട്ടണമെങ്കിൽ ഞാനത് കെട്ടിത്തരണമെന്ന് പറയുമ്പോൾ കണ്ണു നിറഞ്ഞ് കെ കേളപ്പജി എന്ന കേരള ഗാന്ധിയൻ പറഞ്ഞു, ഇതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ ബാഫഖി തങ്ങൾ ഇന്ന് ഊർജം കൊണ്ട മതസൗഹൃദത്തിന്റെ നന്മകൾ അത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ഏതു ശ്രമങ്ങളെയും BJP ആകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ആ സ്പർദ്ധക്കു നേരെയാണ് ഞങ്ങൾ ചൂണ്ടുന്നത്. ആ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. പൂന്തുറ കലാപവേളയിലേക്ക് ചെന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നെ അനുഭവം എഴുതി. പൂന്തുറ കലാപവേളകളിൽ ആ മണൽത്തിട്ടയിലൂടെ നടന്നു പോകുമ്പോൾ, ആ കടലോരത്തോടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് ഒരു കുടിൽ നിന്ന് ആർത്തു വിളിച്ചത്, തങ്ങളെ വലകൾ കത്തുന്നുണ്ട്, അങ്ങയുടെ കാലുകളിൽ അഗ്നി പടരുമോ എന്ന് ഭയമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നാണ് ആ ആർത്തനാദം കേട്ടതെന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറയുന്നു. അതെ, ഒന്നും നടക്കുമ്പോഴേക്കും വിദ്വേഷത്തിൻ്റെയും സ്പർദ്ധയുടെയും കനലരിഞ്ഞിരുന്ന കാലം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ പ്രഭാതമായി മാറ്റാൻ സാധ്യമാകുന്ന മനോഹരമായ ജീവിത വസന്തങ്ങളാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വമായി ഈ പ്രസ്ഥാനവും കേരളീയ മുസ്ലിം പണ്ഡിത സഭയും നടത്തിയിട്ടുള്ളത് എന്ന ബോധ്യമുണ്ടെങ്കിൽ സ്പർദ്ധയെ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഞാൻ നീട്ടി പറയുന്നില്ല. ഇന്ത്യ അതിൻ്റെ വൈവിധ്യങ്ങളോടെ നിലനിൽക്കണമെങ്കിൽ ഒരു ഇരുമ്പുലക്ക കൊണ്ട് ഈ രാജ്യത്തെ ഒരുമിച്ച് ഭരിക്കാനുള്ള വ്യാമോഹം ഭരണകൂടങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത്. കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നു, ഏക സിവിൽ കോഡ് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ലെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു, ആ കോഡ് അതുപോലെ നടപ്പിലാക്കാൻ പറ്റാത്തതുപോലെ ത്വലാഖിലും അങ്ങനെ തന്നെയാണ്. അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ സാക്ഷാൽ കേരള മുഖ്യന്റെ പോലും പെണ്ണിന് വിവാഹമോചനം എന്ന് പറയാൻ കഴിയാതെ പോകുമായിരുന്നു. വിവാഹമോചനം എന്ന് പറയാൻ കഴിയാതെ പോകുമായിരുന്നു. ഡിവോഴ്സ് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രം എടുക്കേണ്ടതാണ് ആ വടി എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ തോന്നിയതുപോലെ ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അതിൽ അഭിപ്രായമില്ല. പക്ഷേ അവിടെയെല്ലാം കടന്നു കയറിയാൽ പണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒടുക്കം പറഞ്ഞതുപോലെ തിരിഞ്ഞിരുന്നില്ല ശരീഅത്തെന്നത് പിന്നെയും പറയിപ്പിക്കാൻ കാരണമാകരുത്. ഈ മനോഹരമായ ഈ സന്ധ്യയിലും ഈ നിശയിലും ഈ കൂട്ടായ്മയെ ഒരുമിച്ച് കൂട്ടാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്ത ഈ വലിയ പരിപാടിയെ മുക്തകണ്ഠം അഭിനന്ദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.